ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബിയുടെ ഉറ്റ കൂട്ടുകാരൻ, ഇസ്ലാമിലെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചതും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസുഖമായി കിടന്ന സമയത്ത് ജമാഅത്തിന് ആരെ ഇമാമായി നിൽക്കണം എന്ന് നബിയോട് ചോദിച്ച സമയത്ത് നബി പറഞ്ഞത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ നിരുപാധികം വിശ്വസിച്ചത് കൊണ്ട് തന്നെയാണ് സിദ്ദീഖ് എന്ന പേരിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടത്. ഇസ്രാ മിഅ്റാജ് യാത്രയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് സഹാബികളോട് പറഞ്ഞ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു യാതൊരു സംശയവും കൂടാതെ അതേപടി വിശ്വസിച്ചു. അതിനുശേഷമാണ് സിദ്ദീഖ് എന്ന പേര് അറിയപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സന്ദർഭത്തിൽ നബിയുടെ ഉറ്റ കൂട്ടുകാരനായിട്ടുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു കൂടെയുണ്ടായിരുന്നത്. അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകൻ്റെ സാഹിബ്, കൂട്ടുകാരൻ എന്ന് ഖുർആനെ വിശേഷിപ്പിക്കുകയുണ്ടായി. ശത്രുക്കൾ ഗുഹാമുഖം വരെ എത്തിയ ആ ഒരു സന്ദർഭത്തിൽ നബിയുടെ സുരക്ഷയോർത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു സങ്കടപ്പെടുകയാണ്. ആ സമയത്താണ് സൂറത്തു തൗബ 40-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്. അതിൽ പറയുന്നുണ്ട് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അപ്പോൾ അതായത് ദുഃഖിക്കേണ്ട, നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്. അപ്പോൾ അള്ളാഹു തൻ്റെ പക്കലുള്ള സമാധാനത്തെ അവർക്ക് ഇറക്കി കൊടുക്കുകയും ചെയ്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ത്യാഗപൂർണമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. സമ്പത്തെല്ലാം ഇസ്ലാമിന് വേണ്ടി നൽകുകയുണ്ടായി. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരുപാട് അടിമകളെ മോചിപ്പിച്ചു. കാരുണ്യം, വിനയം, ദൃഢനിശ്ചയം എന്നീ സ്വഭാവങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം. നബിയുടെ വിയോഗം മൂലം തകർന്ന ഒരു ജനതയെ അവരെ പതറാതെ നയിച്ചു കൊണ്ടുപോകാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസുഖമായിരുന്ന സമയത്ത് ഇമാമത്ത് നിർത്തിയ ആ ഒരു കാരണം കൊണ്ട് തന്നെ നബിയുടെ വിയോഗശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആദ്യ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ ഒരു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരുപാട് സഹാബികളുടെ ചരിത്രം നാം പഠിച്ചിട്ടുണ്ട്. നമുക്കും നല്ല രീതിയിൽ അമലുകൾ ചെയ്ത് മുന്നേറാൻ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.